ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കണേ. ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാല് ഏതോ മല കയറാൻ പോവാ. സഫ്ന ഏത് മല കയറാനാ പണി? ചിങ്ങേരി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എടുക്കണേ. ഫ്രണ്ട് ക്യാമറയിൽ ഇത് ഒരു വിഷയാവും. ഇതെങ്ങനെയാണ് ക്യാമറ പിടിക്കുക വിഷയാണ്. ഞാനൊരാളെ കാണിച്ചു തരാം, ബെല്ലനെ കാണിച്ചു തരാം. ഒരു ഹായ് പറ ബെല്ല. എന്ത് ബെല്ല? ആര് ബെല്ല? ഇന്ന് നമ്മ ഇവൻ പറഞ്ഞ എന്താ മറ്റേ മഹാരാഷ്ട്രയിലുള്ള സാധനത്തിനായിരുന്നാ മത്തേരാൻ. അതേമാതിരിക്കാന്നാ സഫ്ന ഇറങ്ങണ്. പോയോക എങ്ങനെ ഉണ്ടെന്ന് മത്തേരാൻ. വിസ്മനെ കാത്തിക്കാണ്. ഇവന്മാര് വള്ളി അറിയോന് എല്ലാരും ഉണ്ട്. ഇങ്ങനത്തെ എങ്ങനെയാണ് ഈ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കണേ? ടക്കൂല കേട്ടോ. എന്നാ ശരി, നല്ല മഴയും വരുന്നുണ്ട്. ഞാനിന്ന് ശരിക്കും പോണേ എങ്ങട്ടാ വെച്ചാല്, എങ്ങട്ടാ അറിയോ? സഫ്നാന് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കിട്ടുള്ളൂ. എത്രയെങ്കിലും ഒരു മണിക്കൂർ കിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ ഇതാക്കണ പേരക്ക എസ്റ്റേറ്റിൽ. പിന്നെ പേരക്ക ഇഷ്ടം പോലെ ആയതുകൊണ്ട് അതിനൊരു പന്നല്ല. പേരക്ക അറിയില്ല എങ്ങട്ടാ പോണേന്ന് അവസാനം നിങ്ങൾക്ക് കണ്ടല്ലോ പേരക്ക. എന്താ ഞങ്ങൾ തിന്നൂലേ? ഏതോ മലിന്റെ മുളക്കാ പോണേ. അതൊക്കെ വേണം, അവർക്ക് കയറാൻ പറ്റൂല്ലേ ഒന്നും അറിയില്ല. അതെത്തില്ല. നല്ല മഴ പെയ്തിട്ട് വെള്ളം കയറി. അതിൻ്റെ അർത്ഥം പുഴുവില്ല. പുഴു ഉണ്ടാകുമ്പോഴാണ് വെള്ളം കയറി. കുറെ നോളജ് ഇട്ടിട്ടില്ല എൻ്റെ വീട് കണ്ടിട്ട് നിങ്ങൾക്ക്. പുഴു പറഞ്ഞിട്ടില്ല. പുതിയതാണ്. പോലീസ് ഉണ്ടാവുമെന്ന് എൻ്റെ ഡൗട്ട്. നമ്മളത് എല്ലാ സ്ഥലത്താവും. ഒരു സീനുമില്ല. വിഷമമില്ലേ നമ്മളെ നാടില്? നമ്പർ പ്ലേറ്റ് കർണാടക നമ്പർ പ്ലേറ്റ്. ഇവ ആർക്കാണ് കയ്യാണ്? ഇവ ആരാവുകയാണ്? വെയിന് ഞാൻ ചാത്തിട്ടോ. ഓന് ഇന്റർവെല്ല. ഒരു കുട്ടീനെ കണ്ടിരുന്നു ഈ ആ വീഡിയോ. ഒരു കുട്ടി ക്യാമറ ഉണ്ടായിരുന്നു. അമ്മ കുറച്ച് ഇന്റർവെല്ലാണ്. അമ്മ ഫുൾ തിരക്കില്ല. അമ്മ ഒരു ഹായ് പറയുന്നത് സീന് വിട്ടത്. കുട്ടികളെ ഫുള്ളുള്ള വന്നില്ല. എന്നാലേ അവിടെ എത്തിട്ട് കാണാം എന്തൊക്കെ ഉണ്ട്. ഇത് പറയുന്ന കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. കാറ്റല്ലേ, കാറ്റടിച്ചിട്ട് ഒന്നും കേൾക്കൂല. എന്നാ ശരി. ഇതാക്കണേ ഏതോ അടുപ്പിക്കാണ് കൊടുക്കുന്നത്. ഇതേതാ സ്ഥലം? ഏതാ? ആരെ പേരെ പറയാ മതി. എന്താ പറയാ അവിടെ പോയിട്ട്? ഇത് നോക്കി, കുടിവെള്ളത്തിനല്ല മല നോക്കി. എന്താണ് ഇപ്പൊ കാട്ടിച്ചേക്കണേ? എങ്ങട്ട് ഇനിയിപ്പോ ഇവിടെ ടിക്കറ്റും ഉണ്ട്. ടിക്കറ്റും ഉണ്ട്. ഇനി ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ ഈ കുന്ന് കയറണോ? ഈ നട്ട വെയിലോക്കി. ഇവിടെ വീടുകളും ഉണ്ട്. നടക്കണോ? ഇത് പൈസ എടുത്ത് കയറണ്ടേ? നോക്കണെങ്കിലും വേണ്ടതിന്നില്ലേ? ഇത് ഇങ്ങനെ കേട്ടാ ഇപ്പൊ ഇങ്ങട്ടാ കയറി പോണേ. എന്താണ്? ആരുണ്ടോ അവിടെ? ഓ ഒരു സീൻ എടുത്തടാ. ഓ എവിടെ എന്ത് ചെയ്യാത്തെ?
അല്ല എന്തോ ഈ പറഞ്ഞിരുന്നല്ലോ മഴ പെയ്യുന്നോ കോട്ട് വേണ്ട. ഇതിപ്പോ എന്താ കോട്ട് ഉരുക്കി പിടിച്ച് മേത്തോട്ടു. അയ്യാത് വെയില്. ടിക്കറ്റ് കൗണ്ടർ ഇതാ. 5:30 AM to വൈകുന്നേരം 6 മണി വരെ. നല്ല പാടല്ലേ പാളി. അതാ ആള്, അത് ടോയ്ലറ്റാ. ആളെ കാണിക്കാം. ആ അതിന് ആള് ഇല്ലല്ലോ അവിടെ. പക്ഷെ ആളില്ല അവിടെ. ആ ഓക്കെ ഓക്കെ കണ്ട് ആളുണ്ട് ആളുണ്ട്. ടിക്കറ്റ് എടുത്ത് എനിക്ക് നജാത്തിന്റെ കാര്യത്തിലാണ് സങ്കടം. എനിക്ക് പനി ഹുഡി കോട്ട് റെയിൻ കോട്ട് എന്തൊക്കെയാ വേണ്ട. എന്നല്ലാണ് ഈ നട്ട വെയിലും. ഇത് ഗ്രൈൻസ് തന്നെട്ടാ. ഇത് എങ്ങനെയാണ് ഏതൊക്കെയാ ആട് പിടിച്ച് നെക്കിട്ട് ഇപ്പൊ കോളുകളാ. ഫുൾ കോളുകളാ സ്മെല്ല്. വെറുത്താണ്. വെറുത്ത് ആകെ വെറുത്ത്. ഇനി ഇങ്ങോട്ടൊരു വരവേ ഒന്നല്ല. അറ്റ്ലീസ്റ്റ് ഒരു മഴയെങ്കിലും പെയ്തെങ്കിൽ സുഖമായിരുന്നു. ക്യാമറ പക്ഷെ ക്യാമറ കാണില്ല. ക്യാമറയിൽ ഇങ്ങനെയാണ്. പക്ഷെ ആ ഗ്രൈൻസ് കയറി മയിലാടിപ്പാറല്ലേ നമ്മ ടിക്കറ്റ് എടുക്കണ്ടല്ലോ അല്ലേ. 50 രൂപയ്ക്ക് 4 ബജ്ജി ഉണ്ടായിരുന്നു. 4 ബജ്ജി ഒരു ചായ. നജാതീരം 4. ആ പെണ്ണിനെ അയച്ചു കൊടുക്കടാ. നജാത്ത് വേണം പൈസ. അന്നെ കെട്ടിയിട്ട് അന്റെ ചെലവിന് ജീവിക്കാൻ നിൽക്കാനായി. അല്ലാ ഇത് നോക്കില്ലമ്മേ. അവിടെ ഫ്രീയാ. ഇത് പൈസ കൊടുത്തിട്ട് കൊറക്കണ വട്ടിന് എന്ത് സ്മെല്ലേ. എന്ത് കരിമ്പുലിയോ. എനിക്കെന്താ പറ്റൂല. ആകെയുള്ള ഇപ്പൊ ഇതാണ്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇത് കേറി കഴിഞ്ഞിട്ട് കാണാം. ഇത് വർത്താനം പറയാൻ പറ്റില്ലേ. വർത്താനം പറച്ചിലും നടക്കലും കൂടി ആവില്ല. അപ്പൊ കേറി കഴിഞ്ഞിട്ട് കാണാം. വെള്ളക്കൊടി നോക്കി അങ്ങനെ പോയാൽ മതി. പറഞ്ഞേ വെള്ളക്കൊടികളതാ. അല്ലാ എന്നാ ശരി അമ്മേ. ഇതിന് ഈ 2 വാക്ക് പറയും ഇതിനെ കുറിച്ച്. ഇങ്ങോട്ട് നോക്കി ഈ പറയും എന്തിനൊക്കെ പറയേ. ഈ എന്തായാലും പറയണം. കേറി നോക്കാം നമുക്ക് എന്താന്ന്. ആ സഫ്നന് കമ്മീഷൻ കിട്ടുന്നുണ്ടോ? ആ മറ്റേ ചേച്ചിക്കാണ് ആകെ ഇത് ടിക്കറ്റ് എടുക്കായിട്ട്. അതാ ചേട്ടാ പൈസ തരാണ്ട്. ആ ക്യാമറ നോക്കണ്ടേ. നിറ്റങ്ങൾ എവിടെ വരെ പോകുന്നില്ലേ. അല്ലാ
ഞാനാണ് ഇതൊക്കെ പബ്ലിക് ആക്കിട്ടാ ഇടുക. എങ്ങാനും ആ ചേച്ചിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നാവും. മൂപ്പര് ഉറങ്ങുക, സ്വപ്നത്തിൽ കണ്ടു നമ്മളെ. കൊടുക്കല്ല, കൂർക്ക്. അതിന്റെ മോനെ രാത്രി 2 മണിക്ക് എണീച്ച് പോയതാ. മസ്റ്റ് ട്രൈ. അതും പോട്ടെ, നമ്മളെ ഇവിടുന്ന് മേപ്പാടി പോണ മാതിരിക്കാണ് അങ്ങോട്ട് പോയിരിക്കണേ. ഇതെന്താ നിങ്ങൾ തന്നെ കാണിക്കൂല ഇങ്ങനെ കേറണേ? എന്നാലേ മോളെത്തിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചാറ. കൊയങ്ങി അല്ല പണിക്കും പോട്ടെ. നീ കാട്ടിന്ന് ശരി, ഒന്ന് ഫോട്ടോ എടുക്കാൻ ഇരിക്കാറാ. വെയ്യാണ്ട് കിടക്കണതാ. അതെ, ഞാൻ അപ്പളേ പറഞ്ഞ മീൻ പിടിക്കാൻ പോവാന്ന്. അതാകുമ്പോ ഒരു നേരത്തെ ഭക്ഷണമായിരുന്നു. ആന്ന് രാത്രി പൊരിച്ചടിക്കേന്ന് മീൻ പിടിച്ചാല്. നമ്മക്കല്ല, മീനുകൾക്ക്. ആർക്ക് മീൻ കിട്ടണേ? ഇന്ത്യയില് മറ്റേ സാധനം കണ്ട മീൻ വന്ന് കടിച്ചില്ലേ? ഓ പോറി സാധനം. നിഷ്മലിനായില്ല. കൂപ്പന്ന് കക്കാറ് അമ്മാരി കക്കലല്ലേ ആക്കണേ. കക്കേന്നോ ഭാഗ്യോ എന്താ മീന് ചൂണ്ടിടുമ്പോ കൊത്തുക, അതും 2-3 കിലോ ഉണ്ട്. ആരെങ്കിലും എല്ലാരും ഞാനൊന്ന് കേറട്ടെ. ഇതിപ്പോ എന്തിനാ കയറി? ഇത് കയറില്ലാണ്ട് ഞാൻ കേറണല്ലോ. ഓ ആർമി ടെസ്റ്റാ. ഡ്രോണ് ഷോട്ടുകള് ഇരിക്കണോക്കെ വിളിച്ചോടുന്ന് ഇരുത്തിക്ക. കൊട്ട വെയില് എന്നൊക്കെ പറഞ്ഞാല് കൊട്ട വെയില് നിന്ന കുറച്ച് ഉപ്പും മുളകും തേച്ച് നിർത്തിയാല് അൽഫാമൊക്കെ എടുക്കാം. അമ്മാര് വെയില. എവിടെ വേറെ അടുത്ത കുട്ടീനെ ഞാൻ ഈ ഫ്രണ്ട് ക്യാമറയിൽ ആദ്യമായിട്ട് എടുക്കുന്നു. എനിക്കിത് എങ്ങനെ തിരിക്കേണ്ടി അറിയില്ല. അവിടെ അടുത്ത കുട്ടീനെ വിളിച്ചിരിക്കും. അതൊക്കെ വരുന്ന നടൻ വരുന്ന കേറിയില്ലല്ലേ? അപ്പൊ താഴ്ന്ന് നടന്ന ആരാ? ഇപ്പൊ വന്ന് ഇവിടെ ഇരിക്ക. ഇതൊക്കെ മുതലാകും. കണ്ട മുട്ടായി കച്ചവടം ഇട്ടാലോ? അതിന്റെ കൊള്ള എന്നും രാവിലെ മുട്ടായി നാനായിട്ട് ഇങ്ങോട്ട് വരിക. എന്ത് ഇങ്ങോട്ട് 100 റുപ്യൊക്കെ എണ്ണടിച്ച് തരണം. അതിലെവിടെ ലാഭം? കക്കാടംപോയിലൊക്കെ ലാഭിക്കും. അപ്പൊ ആ റോഡന്മാര് സീനപ്പോ ഇതെന്താണ്? മഞ്ഞുമില്ല. ഏത് നയ മഴയും പറഞ്ഞേ. ഷുഗർ മഴ 4 മണിയാകുമ്പോ മഴന്ന് പറഞ്ഞേ. ശാസ്ത്രത്തിന് തെറ്റി. ശാസ്ത്രം തോറ്റു, നമ്മളും തോറ്റോന്ന്. ഫ്രീമല കയറിയാ അവിടെ അവിടെ പക്ഷെ ഇങ്ങനെ ഈ വെയില് മൊത്തം കൊള്ളണം. ഇതാകുമ്പോ ഒരു തണലെങ്കിലും ഉണ്ട്. ഹലോ ഇല്ലടോ, എമ്മാരി വെയില. ഇത്രയും ദിവസം ഇവിടെ മഴ എന്ന് പറഞ്ഞ പ്രളയമഴ. മറ്റേ എന്താണ് കള്ളാടിയൊക്കെ ഒലിച്ചു പോയി. അയ്യാതി മഴ. ഇപ്പൊ ഇതാക്കണേ വയനാട് ഫുള്ള് കാണുന്നുണ്ട്. മൊത്തം വയനാട് കാണുന്നുണ്ട്. അതാരാ? ആരാണേ? ഓ പോലീസ് സമ്മതിക്കണം കേട്ടോ ഈ വെയിലത്തൊക്കെ കേറാന്നൊക്കെ പറയുമ്പോ. അതാണ് കേറണ്ട അമ്പൂത്തി. എന്താണ് അമ്പൂത്തി മല? ഏത് മലക്ക്? ആടാ
അമ്പത്തി ഒന്നും ഇപ്പൊ കേറണ്ട. കുറച്ചേരം ഇവിടെ ഇരിക്കാതില്ലേ? ഇതാണ് നമ്മള് നല്ല ടിക്കറ്റ് എടുത്തല്ലേ കുറച്ചേരം ഇവിടെ ഇരിക്കാം. ക്ലൗഡ് ബെഡ് ഇവിടെ രാവിലെ ക്ലൗഡ് ബെഡ് ഉണ്ട്. രാവിലെ എന്നാ ചെയ്യുന്നു അമ്പൂത്തി പോയത് രാവിലെ എന്നാ നല്ല ക്ലൗഡ് ബെഡാണ്. ഇനിയൊരു മല അത് പോസിബിൾ അല്ല മൊത്തം. അവിടെ പോണം, കുറുമ്പാലക്കോട്ടെ പോണം. ഈ ആഴ്ച ഒരു മല. ഈ ഒരാഴ്ച ഇനിയൊരു മല അല്ലേ ഇത് തന്നെ എങ്ങനെ കേറിയാന്ന് പഠിച്ചോനക്ക് അറിയാം. നിങ്ങൾക്ക് ആ വൈബില്ല. അതാ നമുക്ക് മര്യാദക്ക് എലമ്പലേരി പോയാൽ മതിയെന്നു. അതെ നടക്കോ നടന്നു വരികയല്ലേ രാമശ്ശേരി. ഇയാൾക്ക് ഓട്ടൊന്നുമില്ല, ഒന്ന് മോട്ടർ ആക്കിയാൽ മതി. എലുമ്പേരി അടിച്ചു എലമ്പലേരിക്ക് എന്തിനാ നമ്മളെ നരിമാണ്ടല്ലോടാ. ജീപ്പിൽ പോലെ ആ സ്കൂട്ടിയെ രസം. സ്കൂട്ടിയും സ്പൾബർ നിസ്മലും. ഓ നിസ്മല അന്ന് എന്ത് സീയും ഓട്ടിക്കലേന്നുല്ലേ. ഇവരെ ഇറക്കിയില്ലല്ലോ. ഇറക്കിയില്ലല്ലോ, ഞങ്ങൾ 3 സ്ഥലത്ത് ഇറക്കി. ഓ ഒരു കിണറ്റ് കൊണ്ടുപോയിട്ട് പോയേ. ഇത് ആരുടെ അൻഷിത ഒരു ഇത് കണ്ട് വ്ളോഗ് കണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അൻഷിത ഹായ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ എന്ത് അതൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു. ഞാൻ വ്ളോഗ് കണ്ടിട്ട് ഭ്രാന്തി. ഇത് ഞാൻ മുന്താസിനെ ലിങ്ക് അയച്ചു കൊടുക്കും. ഞാൻ ഇതിന്റെ ഈ വ്ളോഗിന്റെ മുന്താസ് നിസ്മലിന്റെ മുന്താസിനെ അറിയാം. ഷാജഹാൻ എന്നാലേ ശരി എന്നാ. ഭയങ്കര വെയില്. കുറച്ചൊരു കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചരാ. അല്ലാപ്പൊ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? മുന്നോട്ട് നമുക്ക് ഏറ്റവും വേണ്ട ക്വാളിറ്റി അതാണ്. എന്താണ് നമ്മളിവിടെ വന്നിട്ട് കേറണമെന്ന് വിചാരിച്ചു നമ്മള് കേറും. അല്ല ഇപ്പൊ എന്തായാലും കേറും. അല്ല ഈ വെയിലൊന്നും വെയില് അതന്നെ. 4:30 നമുക്ക് കേറാം. അല്ല 4 മണിക്ക് മഴ പെയ്യുന്ന് പറഞ്ഞിരുന്നല്ലോ. 4 മണിക്ക് മഴ പെയ്യും. ആ ഇനി പൊളിച്ച 4 മണിക്ക് മഴ പെയ്യണം. മഴ പെയ്യണം. എനിക്ക് AM PM മാറിയുണ്ട്. എന്നാലേ ശരി കേട്ടോ. എന്ത് ചീങ്കരി മലയിൽ മഴ പെയ്യുമോ? വേണമെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ, മഴ പെയ്യൂല. ചോദിക്കടാ ചാറ്റ് എല്ലാം അറിയാന്ന് പറഞ്ഞേ. ചേച്ചി ഇപ്പൊ ഇവിടെ ചീങ്കരി മഴ പെയ്യുമോ? ജെമിനി പ്രോണില്ല. അങ്ങനെ ഇനിയാണ് നമ്മള് എക്സ്ട്രീം അഡ്വഞ്ചർക്ക് പോണേ. ഹെവി പക്ഷേ ഞാൻ പറയണ കേൾക്കണ്ടോ? കാരണം ഇവിടെ നല്ല കാറ്റാ. കേൾക്കണ്ടോന്നൊന്നും അറിയില്ല. ഇവിടെ അല്ലേ അണ്ണന്മാരാണ് കൂടുതൽ വരുന്നത്. മലയാളികൾ ഞങ്ങള് ഈ 5 ആൾക്കാർ. അണ്ണന്മാര് പൊളിക്കണ്ട്. ഓ പറ്റുമല്ലോ, അണ്ണ കൊണ്ട് പറ്റുമല്ലോ. നമ്മളിനി അതാണ് കയറേണ്ടത്. ഈ മലയാണ് നമ്മൾ കയറേണ്ടത്. ഞാൻ വൈഡിലിട്ട് കാണിച്ചു തരാം എത്ര ഉണ്ട്. ഇപ്പോൾ വൈഡിലിടാറില്ല, വൈഡിലിട്ട് കാണിച്ചു തരാം. അണ്ണന്മാരെ കൊണ്ട് ആകെ അടങ്ങറാണല്ലോ. ഇത് ഏതാണ് ഇതിൻ്റെ പേര് പറയൂല. ഇങ്ങോട്ടൊന്നും ഒരു മനുഷ്യൻ വരണ്ട ഞാൻ പറയുമ്പോൾ ഒരു രസമില്ല. ഇതിനല്ലേ ഞങ്ങളെ പറഞ്ഞ മുകളിലുള്ള 2ാമെന്ന് കയറണം. അത് കാണുമ്പോൾ കുറച്ചും കൂടി അത് പൊളിക്കോ, കുറച്ചും കൂടി കോടെങ്കിലും കാണുന്നു. ഇതിപ്പോൾ ഒരു ഒലക്കിയില്ല. വെയിൽ മൊത്തം വെയിലും കൊണ്ട് എന്തോ കരാറെടുത്ത മാതിരിക്കാണ് വെയിലുള്ളൂ. നമ്മളെ ഉറവ് വെള്ളണ്ടേ എവിടെ? ഓ ഇവിടെ സീയും വീഡിയോ എടുക്കട്ടോ. എന്നാ ശരി, ഞാൻ വൈഡിലൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ക്യാമറ ഒന്ന് ഓഫ് ആക്കണം, എന്നാലേ പറ്റുള്ളൂ. കുളം നോക്ക് എന്ത് സീൻ കുളം. ഞാൻ പറയണ കേൾക്കണ്ടോ? ഹലോ ഫുൾ കാറ്റ്, പെരും കാറ്റ്. ഹലോ സീൻ കുളം കേട്ടോ. എന്നിട്ട് ഒരു വാൻ്റെ ആ ഇവിടെ കൊണ്ട് എൻ്റെ എത്തുമ്പോൾ അത് തിന്ന് ഒരു സുഖം. അപ്പൊ ഒരു സുഖം കിട്ടുന്നല്ലേ.
അല്ലാതെ ഇവിടെ ഇങ്ങനെ തൊഴിഞ്ഞ് വന്നിരുന്നിട്ട് ഓന്റെ ഒരു വിഷമം നോക്കി തിരിച്ചു പോകണം. ഇത് എവിടെ നോക്കുകയാണെങ്കിലും പാറ, ചുറ്റോട് ചുറ്റു പാറ. ആകെ നല്ലൊരു വിവാഹം. ഈ എന്താ മുഖത്തേക്കണേ എന്താ വെളുക്കാന്? ഒന്നുമില്ല വെളുക്കാനൊക്കെ ഞാസന്റെ അടുത്ത് ചോദിക്കാം അതൊക്കെ. പക്ഷെ ഇസ്മല് വെളുത്തില്ലേ? വെളുത്ത് വെളുത്ത് ടാനൊക്കെ പോയി ഇസ്മല്. പിന്നെ പറ്റിയ വ്ളോഗാക്കി അല്ല എന്ത് വ്ളോഗ് വീട്ടാൻ ചെയ്യല്ല. ആ എല്ലായിടത്തും ഉണ്ടല്ലോ അതിന്. പാടെ നമ്മക്ക് പോവാ. പോയിട്ട് തിന്നളേ. ഞാൻ താഴത്തെ കുറച്ച് പോയിട്ടാ. അങ്ങോട്ട് പോവാൻ പറ്റണ സുഖം. അതാ ചേച്ചിമാർത്ത് ചോദിക്കാം ആ ടിക്കറ്റ്. കണ്ടില്ലേ, ഇതാണ് ഇവിടെ കാണാനുള്ളത്. എവിടെ നോക്കിയാലും പാറ, ഇതൊക്കെ ഇവിടെ കാണാനുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് ആരും വരണ്ടതാ. മഴയത്ത് വരടാ. മഴയത്ത് അടിപൊളിയാ. അല്ലെങ്കിൽ പിന്നെ രാവിലെ ഏർലി മോർണിംഗ് വന്നാൽ അടിപൊളി. അപ്പളോ അപ്പോഴും ക്ലൗഡ് ബെഡ് ഉണ്ടാവും. വേറെ അടുത്തന്നെ നിജാത്തുണ്ട്. ഇതിന് അറ്റം പിടിച്ചിട്ട് വരാറുണ്ട്. അങ്ങനെ നടക്കണ്ടേ. അപ്പൊ എവിടെയാണാവോ ഓനിക്കൊന്നും നടക്കണേന് കുഴപ്പമില്ല. വന്നിട്ട് ഹലോ വെളിയെന്ന് അപ് ടു ഡേറ്റ് അപ്പ കുട്ടീനെ വിളിച്ച് അറിയിക്കണം. കാറ്റായിട്ടൊന്നും കേൾക്കണ്ടാവില്ല അല്ലേ? എന്നാ ശരി. അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കണേ. കലാസ് ഇനി ജന്മ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവോ? ഇനി പോവോ അങ്ങോട്ട്? അയ്യോ മസ്റ്റ് ട്രൈ ആണ് ഇനിയും. രജാത്തെ പോവോ? ചത്തുകൾ എല്ലാവരും ചത്ത്. ഇനി ചായ കുടിക്കുക കഴിഞ്ഞ്. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബൈ. അവസാനിപ്പിച്ചതായിരുന്നു. അപ്പോൾ പിന്നെയും തുടങ്ങേണ്ടി വന്ന്. തുടങ്ങല്ല, നമ്മൾ എത്തണ്ട്. ആ നമ്മൾ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് ഇങ്ങനെ എടുത്ത് ക്യാപ്ചർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ എന്താ പറയുക, ആൾക്കാരെ നോക്കണ്ടേ. ഞാൻ ക്യാമറ തിരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ഇതുണ്ടോ സീ വെട്ടില്ലേ? ഓ സൺ സെറ്റ് കാണാൻ വന്നതാണ്. എന്തായാലും വന്നു. ഇനിയിപ്പോൾ ഇതും കൂടി കണ്ടിട്ട് പോവാ വിചാരിച്ച് അങ്ങനെ ഇറങ്ങി. അതിനകത്ത് മുക്ക ടൗസറൊക്കെ ഇട്ടിട്ടുണ്ട്. യാസിന് അതാ രജാത്തിന് ഓർഡർ ഇട്ടിരിക്കണേ. പിന്നെ ഞാൻ പറയണില്ല എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ആ അവരുടെ ഫ്രണ്ടിൽ രണ്ടാൾക്കാരുണ്ട്. ഏതോ കുട്ടിനെ കണ്ടു പറഞ്ഞിട്ടേ ഭയങ്കര നടക്കുന്നുണ്ട്, വലിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ശരി എന്നാ, ഇവിടെ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് പേടിയുണ്ട്. ഇത് ശരിക്കും ബ്ലോഗ് കഴിഞ്ഞ് ഒരു എന്താ പറയുക, ഒരു ഭാഗ്യക്കേട്. സൺസെറ്റ് കാണാൻ വന്നതാ. സൂര്യനൊക്കെ ഇതാക്കണ അമ്പിളിമാമൻ്റെ പല മേഘത്തിൻ്റെ പുറകിൽ ഇരിക്കണൊക്കെ. എന്നിട്ട് സമയം കഴിഞ്ഞോ? സമയം അതേക്കും. അല്ല നമ്മക്ക് സീനുണ്ടായിട്ടല്ല, സമയം കഴിഞ്ഞ അതാ പറ്റിയേ. നമ്മളെ സമയം ശരിയില്ലായിട്ടല്ല. ഇന്ന് മീൻ പിടിച്ച് മീൻ കിട്ടി. എടാ ഞാൻ അത്രയും ടൈം വേസ്റ്റ് ആവുന്നു. ഇത് പുതിയ സ്ഥലം കണ്ട് വെറുത്ത് നമുക്കൊരു ഹമൂർ വാങ്ങിയാൽ അത് ഓഫാക്കി. ഏത് ബ്ലോഗ് ഓഫ് നമുക്ക് ചിക്കൻ ഒഴിവാക്കി അവിടെ പോയി മീൻ വാങ്ങി. എന്നിട്ട് ചൂടാ ആ കിലോന് അവിടെ എത്ര? മീനൊക്കെ കിട്ടും. ആ മീൻ കിട്ടും. കിലോന് എത്ര? കുറവായിരിക്കും. നമ്മളെ നാട്ടിലെങ്ങാട്ടും കുറവായിരിക്കും. ഒരു ഹമൂർ വാങ്ങിയാൽ എന്നിട്ട് 2 മസാല ചുവപ്പും പച്ചയും. ആ 2 സൈഡിലേ ബട്ടർഫ്ലൈ. ഷെഫാണായിരിക്കണേ. സംഭവം ഇവിടെ എന്തോ ഇട്ടുന്നുണ്ട്. വാല കണ്ടിട്ട് വാടാ സഫ്നാദ് വല ഇട്ടിക്കണേ. എടാ കിലോ 1000 റുപ്യ. അവിടെ ആ കിലോനോ? ആ 1000. പിന്നെ നല്ല സീന് പിലോപ്പി ഉണ്ട്, കരിമീനും ഉണ്ട്.
ഇത്ര പോകുന്ന വേണം പിന്നെ എല്ലാവർക്കും കിട്ടുന്ന ഇത്ര പോന്നേ അത്ര പോകുന്നുണ്ട് ഇത്ര അല്ലടാ ഇത്ര പോന്നെ ഇതെന്തിനാ ഒരു കൈപ്പള്ളന്റെ ഇത്ര ഉണ്ടാവും. ഇത്ര പോകുന്ന മീനാരേ അതിന് ആകെ അവിടെ പിലോപ്പിയും കരിമീനേ ഉള്ളൂ. എന്നാ പിന്നെ വാങ്ങണ്ട. നല്ല പിലോപ്പി ഉണ്ടാവും. പിലോപ്പിക്ക് നല്ല വിലയുണ്ടാവും. ഒരു 800 റുപ്യ കിലോ ഉണ്ടാവും. അങ്ങോട്ട് പോണ്ട, താഴെ പോയാ മതി. താഴെ പോയി വിളിച്ചാ മതി. ഇങ്ങനെ ആക്കി അതിന് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ആ ഓലവിടെ പോയി കൊടുന്നേരും. എന്നാ അവിടെ പോയോക്കണോ? അയ്യാറിനിട്ടോ എനിക്ക് മറ്റേ സാധനം വേണ്ടേ, കൊട്ട, എന്നാലല്ലേ അങ്ങോട്ട് പോകറ്റുള്ളൂ. നോക്കി നമുക്ക് ഇന്ന് തീരെ ഭാഗ്യല്ലേ, അല്ലെങ്കിൽ ഇവിടെ മീൻ കൊടുക്കണ, ഇന്ന് മീനും ഇല്ലാതെ. നമ്മൾ കൂടുതൽ മാൻഡ്രൈക്കത് എടാ അവിടുന്ന് വന്ന ചെങ്ങായ പറഞ്ഞ മീനില്ലാന്ന്. പിന്നെ അതില് മൊത്തം മീനാ. പിന്നെന്തിനാ മീനില്ല പറഞ്ഞേ? നമുക്ക് തരാല്ല, നമുക്ക് തരൂലെന്ന്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. മസാല കൂട്ടി ഇല്ല നമ്മള് ചിക്കൻ ഉണ്ടോ അതിനും നല്ല തിന്നാ. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ടു ശരിക്കും പടത്തം കണ്ടത്. ആ മീൻ ഉണ്ടല്ലോ 5 ശവം. അപ്പൊ ഇപ്പൊ ശരിക്കും നിർത്തി. ശരി, ഇനി വേറൊരു ബ്ലോഗ് കാണാം.